ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവർക്കും അക്കാഡമിക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ട് ആൻഡ് സ്ട്രീംസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിന് എന്താണ് കൊടുത്തിട്ടുള്ളത്? എ ബോട്ട് ക്യാൻ ട്രാവൽ വിത്ത് എ സ്പീഡ് ഓഫ് 13 കിലോമീറ്റർ പെർ ഹവർ ഇൻ സ്റ്റിൽ വാട്ടർ ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 4 കിലോമീറ്റർ പെർ ഹവർ. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു ഗോ 68 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 68 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകുമ്പോഴുള്ള ടൈമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. ആദ്യം കൊടുത്തിട്ടുള്ളത് എന്താണ്? ബോട്ടിൻ്റെ സ്പീഡ് എന്തായിട്ട് നമുക്ക് എഴുതാം? BB എന്ന് എഴുതാം. അതെത്രയാണ്? 13 കിലോമീറ്റർ പെർ ഹവർ. അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള കാര്യം എന്താണ്? ദ സ്പീഡ് ഓഫ് സ്ട്രീമിൻ്റെ സ്പീഡും തന്നിട്ടുണ്ട്. അതായത് റിവറിൻ്റെ സ്പീഡ് എത്രയാണ്? 4 കിലോമീറ്റർ പെർ ഹവർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ടൈമല്ലേ. എപ്പോഴത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്? ഡൗൺ സ്ട്രീമിലെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡൗൺ സ്ട്രീമിൽ പോകുമ്പോൾ എന്താണ്? നമ്മൾ പുഴയുടെ ഒഴുക്കിലൂടെയാണ് സഞ്ചരിക്കുക. അപ്പോൾ സ്പീഡ് കൂടുമല്ലോ. അന്നേരം നമ്മുടെ ഇക്വേഷൻ, അതായത് എക്സ്പ്രഷൻ എങ്ങനെ വരും? VB + VR എന്ന് വരും. അതായത് ഡൗൺ സ്ട്രീം പോകുമ്പോൾ സ്പീഡ് കൂടുന്നത് കൊണ്ട്. VBൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 13. പിന്നെ അതേപോലെ തന്നെ VR-ൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര? 17 കിലോമീറ്റർ പെർ ഹവറിലാണ് അതിൻ്റെ സ്പീഡ് വരിക. ഇനി കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്ററാണ് ഇത് സഞ്ചരിച്ചിട്ടുള്ള ബോട്ട്? 68 കിലോമീറ്റർ സഞ്ചരിച്ചു. ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 68 കിലോമീറ്റർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പീഡും കിട്ടി, ഡിസ്റ്റൻസും കിട്ടി. ടൈം കണ്ടുപിടിക്കാമല്ലോ. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം അല്ലേ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ കൊടുത്തുള്ളത്? 68 അല്ലേ. പിന്നെ സ്പീഡ് എത്രയാണ്? 17. 17 68 എത്ര വട്ടം പോവും? 4 വട്ടം അല്ലേ. 4 വട്ടം പോവും. അപ്പോൾ നമ്മുടെ ടൈം എത്രയാണ് വരിക? 4 ഹവേഴ്സ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എ മാൻസ് സ്പീഡ് വിത്ത് കറണ്ട് ഈസ് 15 കിലോമീറ്റർ പെർ ഹവർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട് ഈസ് 2.5 കിലോമീറ്റർ പെർ ഹവർ. ദ മാൻസ് സ്പീഡ് അഗൈൻസ്റ്റ് ദ കറണ്ട്. അതായത് ഫ്ലോയ്ക്ക് എതിരെയായിട്ടുള്ള സ്പീഡ്, മാൻ്റെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മാൻസ് സ്പീഡ് അഗൈൻസ്റ്റ് കറണ്ട്. നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. തന്ന കാര്യം ഫസ്റ്റ് ഇവിടെ എന്താ കൊടുത്തേ? മാൻസ് സ്പീഡ് വിത്ത് കറണ്ട്. മാൻസ് സ്പീഡ് വിത്ത് കറണ്ട് എന്ന് പറയുമ്പോൾ അത് ഡൗൺ സ്ട്രീമിലേക്കാണല്ലോ പോകുന്നത്. അതായത് VM + VR. അതാണ് 15 കിലോമീറ്റർ പെർ ഹവർ. ഡൗൺ സ്ട്രീമിൽ പോകുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ തന്നിട്ടുള്ളത്? കറണ്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അതായത് VR, റിവറിൻ്റെ സ്പീഡ് 2.5 കിലോമീറ്റർ പെർ ഹവർ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? പിന്നെ ഒന്നും തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് മാൻ്റെ സ്പീഡ് വിത്ത് എഗൈൻസ്റ്റ് കറണ്ട്. അതായത് അപ്പ് സ്ട്രീമിൽ പോകുമ്പോഴുള്ള സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പ് സ്ട്രീമിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരിക? VM മാൻ്റെ സ്പീഡ് -VR വരും. അതായത് നമ്മൾ ഫ്ലോയിൻ്റെ എതിരെ സഞ്ചരിക്കുമ്പോൾ സ്പീഡ് സ്വാഭാവികമായി കുറയുമല്ലോ. അപ്പോൾ നമ്മുടെ VM - VR എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. BMൻ്റെ വാല്യൂ അറിയില്ല, VRൻ്റെ വാല്യൂ അറിയാം. പക്ഷെ നമുക്കിവിടെ ഫസ്റ്റത്തെ ഇതിൽ നമുക്ക് എന്താ VM + VR 15 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ VRൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ എന്ത് കിട്ടും? VM കിട്ടുമല്ലോ. നമുക്ക് VM കണ്ടുപിടിക്കാം. VM = 15 -
വി ആർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വരും. വി ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2.5. 15 മൈനസ് 2.5 ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 12.5 അല്ലേ വി എം. അത് നമുക്ക് വി എമ്മിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കാം. 12.5 മൈനസ് വി ആർ. വി ആറിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 2.5. 12.5ന്ന് 2.5 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ആണ് നമ്മുടെ മാൻ സ്പീഡ് എഗനിസ്റ്റ് കറണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 10 km/h ആണ് യൂണിറ്റ്.